നമ്മുടെ മജ്‌ലിസിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയത് നമ്മളെ എല്ലാവരെയും വളരെയേറെ വേദനിപ്പിക്കുകയും ഇപ്പോഴും ആ വേദനകൾ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ വയനാട്ടിലുള്ള ചൂരൽമലയിലെ ആ മുണ്ടുകൈ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആ ഒരു നാട് ഒന്നടങ്കം ഉരുൾപൊട്ടി ഒലിച്ചുപോയി. എത്രയോ ആളുകൾ മരണപ്പെട്ടു. പലരുടെയും മയ്യത്ത് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ അവയവങ്ങൾ വേർപെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വല്ലാതെ വേദനിച്ചു പോവുകയാണ്. ഒരു ദിവസം രാത്രി ഒരു പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ് ഇറങ്ങുകയാണ്. നമുക്കൊക്കെ അറിയാം എത്രത്തോളമാണ് അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. നമ്മളൊക്കെ കേട്ടവരാണ്. ആ ഒരു പ്രദേശത്ത് നിന്ന് ഒലിച്ചുപോയി എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വയനാട്ടിൽ കിടക്കുന്ന ആളുകൾ ഉറങ്ങിയത് വയനാട്ടിലാണ്, മരണപ്പെട്ട് കിടക്കുന്നത് എത്രയോ ദൂരത്തുള്ള മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രദേശങ്ങളിലാണ്. എത്രയോ ആളുകൾ ഇപ്പോഴും കാണാമറയത്ത് മയ്യത്തായി കിടക്കുന്നുണ്ടാവും. അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതാണ് നമ്മൾ കണ്ടത്. അവിടുന്ന് ഒലിച്ചു വന്ന് എത്രയോ കല്ലും മരവും ഒക്കെ താണ്ടി അതിന്റെ ഇടക്കുള്ള വലിയ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين مالك الملوك يا الله ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ചൊല്ലിയ സ്വലാത്തുകളും ദിക്റുകളും ഖുർആനുകളും എല്ലാത്തിനെയും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. സ്വാലിഹായ സൽക്കർമ്മമായി കബൂലിയത്തുള്ള സൽക്കർമ്മമായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, ഇതിന്റെ മിസ്ല സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരൊക്കെയുണ്ടോ അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, അവരുടെ ഖബറിൽ വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഖാലിഖായ റബ്ബേ, ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ അദാബിനെ നീ തട്ടി ദൂരത്താക്കണേ റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ഉദ്ദേശങ്ങളുണ്ടോ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണേ റഹ്മാനേ. അല്ലാഹുവേ, വലിയ പ്രയാസത്തിലാണ് മഴ കൊണ്ട്. അല്ലാഹുവേ, നിന്റെ റഹ്മത്താകുന്ന മഴ ഞങ്ങളുടെ മേൽ നീ അദാബിന്റെ മഴയാക്കല്ലേ അല്ലാഹ്. ശിക്ഷയുടെ മഴയാക്കല്ലേ അല്ലാഹ്. നിന്റെ കാരുണ്യത്തിന്റെ മഴ ഞങ്ങളുടെ മേൽ ശിക്ഷയുടെ മഴയാക്കി മാറ്റല്ലേ റഹ്മാനേ. പല നാടും വലിയ പ്രയാസത്തിലാണ് അല്ലാഹ്. പ്രത്യേകിച്ച് വയനാടിലുള്ള ആ പ്രദേശം റബ്ബേ, നിന്റെ പരീക്ഷണം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. നീ രക്ഷ നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. പല മയ്യത്തുകളും തിരിച്ചറിയാൻ പോലും പറ്റാത്ത രൂപത്തിലായി. അല്ലാഹുവേ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് നീ ശുഹദായിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവരുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ ബാക്കിയുണ്ടോ അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ചേർത്ത് പിടിക്കുന്ന അവർക്ക് സഹായം കൊടുക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളിൽ ആരൊക്കെയുണ്ടോ അവിടെ ഇപ്പോഴും ഉറക്കമില്ലാതെ അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവേ സഹായം ചെയ്യുന്ന സേവനം ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കും നീ നല്ല ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ. ഒരപകടവും നീ അവരുടെ മേലാക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഇനിയും പരീക്ഷണങ്ങൾ താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല അല്ലാഹ്. നിന്റെ അദാബിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനേ. മഴ കുറച്ച് അല്ലാഹുവേ റഹ്മത്തിന്റെ മഴയാക്കി ഈ മഴയെ നീ മാറ്റിത്തരണേ റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയൊക്കെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബക്കാരെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെയും അത്തരത്തിലുള്ള ഒരു അപകടത്തിലും നീ പെടുത്തല്ലേ അല്ലാഹ്. ചെറിയ മക്കളെ നീ പെടുത്തല്ലേ റഹ്മാനേ.
അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ നാടിന്റെ വിവിധമായ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടും മറ്റൊക്കെ വീട് വൃത്തികേടായിട്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനേ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, നീ ശിഫാ നൽകണേ അല്ലാഹ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന രോഗമുള്ള വേദനയുള്ള എത്രയോ ആളുകളുണ്ട് റബ്ബേ, നീ ശിഫാ നൽകണേ അല്ലാഹ്. നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണേ അല്ലാഹ്. രോഗം കൊണ്ട് ഹോസ്പിറ്റലുകളിൽ ഉള്ളവരുണ്ട്, നീ ശിഫാ നൽകണേ അല്ലാഹ്. നീ പൂർണ്ണമായ ശിഫാ നൽകണേ അർഹമുറാഹിമായ റബ്ബേ. വല്ലാതെ ഞങ്ങൾ ആരെയും നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. പലർക്കും ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ ഖൈറാക്കണേ അല്ലാഹ്. നീ ഖൈറാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ സ്വലാത്തിലേക്ക് അല്ലാഹു, ഈ സ്വലാത്തിലും അതുപോലെ കഴിഞ്ഞ സ്വലാത്തിലൊക്കെ ചീരണ നൽകി ദുആ കൊണ്ട് ഏൽപ്പിച്ച വീട്ടുകാർ അല്ലാഹുവേ, അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ റഹ്മാനേ. പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എന്താഗ്രഹമാണോ ഉള്ളത്, എന്താഗ്രഹം വെച്ചാണോ അവരെ നൽകിയത്, ആഗ്രഹങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى